നമസ്കാരം. പ്രധാന വാർത്തകൾ. അടുത്ത 3 മണിക്കൂറിൽ ഈ ജില്ലകളിൽ മഴ കനക്കും. സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്ന ദിനാന്തരീക്ഷാവസ്ഥ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം തലപ്പാറയിൽ ദേശീയപാതയ്ക്ക് വിള്ളൽ. കൂരിയാട് ഇന്നലെ റോഡ് തകർന്നതിന് പിന്നാലെ ഇന്ന് മലപ്പുറം തലപ്പാറയിൽ 6-വരിപ്പാതയിൽ വിള്ളലുണ്ടായി. മണ്ണിട്ട് ഉയർത്തി നിർമ്മിച്ച ദേശീയപാത ഭാഗത്താണ് വിള്ളൽ കണ്ടെത്തിയത്. ഇന്നലെ കൂരിയാട് റോഡ് തകർന്നു വീണ പശ്ചാത്തലത്തിൽ സമീപവാസികൾ ആശങ്കയിലാണ്. മേഖലയിൽ ഇന്നലെ മുതൽ ശക്തമായ മഴയുണ്ട്. മലപ്പുറം കൂരിയാട് ഇന്നലെ ഉച്ചയോടെയാണ് 6-വരിപ്പാതയുടെ ഒരു ഭാഗവും സർവീസ് റോഡും തകർന്നത്. അപകടത്തിൽ 2 കാറുകൾ തകരുകയും 4 പേർക്ക് ചെറിയ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ കാസർഗോഡ് കാഞ്ഞങ്ങാട് 6-വരി ദേശീയപാതയുടെ സർവീസ് റോഡ് കനത്ത മഴയിൽ തകർന്നു. ചെമ്മട്ടം വയലിലാണ് സർവീസ് റോഡ് ഒരു ഭാഗം പാടെ തകർന്നത്. മേഖലയിൽ കനത്ത മഴയാണ് ഇന്നലെ മുതൽ. കഞ്ചിക്കോടിന് സമീപം കാട്ടാന ആക്രമണത്തിൽ കർഷകന് പരിക്ക്. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണം. കഞ്ചിക്കോട് ചെല്ലൻകാവ് വെച്ചാണ് ആക്രമണമുണ്ടായത്. കർഷകനായ ചെല്ലൻകാവ് സ്വദേശി സുന്ദരന് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റു. മാവിൻ തോട്ടത്തിൽ വെച്ചാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. ഇടുപ്പിനും തോളലിനുമാണ് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട്. തൊട്ടുമുന്നിൽ കാട്ടാനെ കണ്ടോടിയപ്പോൾ പരിക്കേറ്റെന്നാണ് വിവരം. എടത്വായിൽ മിനി ടെമ്പോ ഇടിച്ച സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. എടത്വ ചങ്ങങ്കരി തുണ്ടിയിൽ സജീവിന്റെയും പ്രീതയുടെയും മകൻ രോഹിത് സജീവാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8:30 അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ വെട്ടുതോട് SNDP കുട്ടനാട് സൗത്ത് യൂണിയൻ ഓഫീസിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. അമ്പലപ്പുഴയിൽ നിന്നും മീൻ കയറ്റി വന്ന മിനി ടെമ്പോ മറ്റൊരു സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട രോഹിത് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ യുവാവിന്റെ തല തകർന്ന് തക്ഷണം മരിക്കുകയായിരുന്നു. അടിവസ്ത്രത്തിൽ കടത്താൻ ശ്രമിച്ചത് 70 ലക്ഷം രൂപയും 200 ഗ്രാം സ്വർണവും. 3 പേർ പിടിയിൽ. അനധികൃതമായി പണവും സ്വർണവും അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 3 പേർ പിടിയിൽ. പാലക്കാട് വേലന്താവളത്ത് വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. 70 ലക്ഷം രൂപയും 200 ഗ്രാം സ്വർണവുമാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നും അനധികൃതമായി കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച പണവും സ്വർണവുമാണ് പിടികൂടിയത്. സംഭവത്തിൽ കോയമ്പത്തൂർ സ്വദേശികളായ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോയമ്പത്തൂർ സ്വദേശികളായ സാഗർ, മണികണ്ഠൻ, സന്ദീപ് എന്നിവരാണ് പിടിയിലായത്. പ്രത്യേകമായി നിർമ്മിച്ച അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചായിരുന്നു സ്വർണവും പണവും കടത്താൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പിടിയിലായവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്.